ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്വിസുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ബഷീർ ദിന ക്വിസിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ. ഏതു വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത്? ഉത്തരം 1982. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം നേരും നുണയും. നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം ന്റുപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു. സ്ത്രീകൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം മതിലുകൾ. ബഷീറിനെ കുറിച്ച് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം MA റഹ്മാൻ. രണ്ടാം ലോകത്തിന്റെ ഭീകരത പശ്ചാത്തലമാക്കി ബഷീർ രചിച്ച കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. സാറാമയും കേശവൻ നായരും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം പ്രേമലേഖനം. യാ ഇലാഹി എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1997. ബഷീറിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം? ഉത്തരം 2008. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം? ഉത്തരം 1970. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ജൂലൈ 5 വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബഷീർ ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി താഴെ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.